നമസ്കാരം. കർമ്മ ജ്യോതിഷിയിൽ എല്ലാവർക്കും സ്വാഗതം. ചാനൽ ആദ്യമായി കാണുമെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽബട്ടൺ അമർത്തുക. നമ്മുടെ പൂജയിൽ എന്നും എൻ്റെ ഇല്ലത്തിൽ വെച്ച് പൂജ ചെയ്യുന്നതാണ്. അതിൽ നിങ്ങളുടെ പേരും നാളും കമൻറ്റ് ബോക്സിലിടുകയാണെങ്കിൽ നിങ്ങളുടെ പേരും നാളും ചേർത്ത് നമ്മൾ ഹോമം ചെയ്യുന്നതായിരിക്കും. എന്താണ് കാര്യസാധ്യതയും കൂടി അതിൽ പറഞ്ഞിരിക്കണം. ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് യന്ത്രത്തെ പറ്റിയിട്ടാണ്. ശത്രുദോഷത്തെ ഇല്ലാതാക്കാൻ വേണ്ടി ഏറ്റവും നല്ല യന്ത്രം ഏതാണെന്നാണ് ഇടയ്ക്കിടയ്ക്ക് നമ്മൾ പ്രശ്നം വയ്ക്കുമ്പോഴൊക്കെ ആൾക്കാർ ചോദിക്കുന്നുണ്ട്. ശത്രുദോഷം മാറാണ്, ആകെ ശത്രുദോഷമാണ്, ജീവിക്കാൻ പറ്റുന്നില്ല, ഇതിന് ഏത് യന്ത്രമാണ് വെക്കേണ്ടത്, വീട്ടിൽ ഏതൊക്കെ യന്ത്രങ്ങൾ വെച്ചിട്ടുണ്ടായിരുന്നു, അതിനൊന്നും ഒരു ഫലവും ലഭിക്കണില്ല. അപ്പോൾ ആ യന്ത്രം ഏതാണെന്ന് പറയാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇന്ന് വീഡിയോ ചെയ്യുന്നത്. ഇതിൽ എല്ലാവരും പറയും മഹാസുദർശന യന്ത്രം എന്നൊക്കെ പറയും. പക്ഷേ മഹാസുദർശന യന്ത്രം എന്ന് വെച്ചാലൊന്നും അധികം ദോഷമൊന്നും ഏൽക്കുകയില്ല. എല്ലാം ബാധിക്കും. വളരെ ചെറിയ കാര്യങ്ങൾ മാത്രമേ മഹാസുദർശനമൊക്കെ തടയാൻ സാധിക്കുള്ളൂ. അത് വെച്ച് സുദർശനം കുറവെന്നല്ല ഞാൻ പറയണത്, ശക്തി കുറവെന്നൊന്നും ഞാൻ പറയുന്നില്ല. എന്നാലും ഏറ്റവും കൂടുതൽ ദൈവികമായ യന്ത്രത്തിനാണ് ഏറ്റവും കൂടുതൽ ശക്തി ഉണ്ടാവുക. അതിൽ എല്ലാവരും വിചാരിക്കും മഹാപ്രത്യങ്കരിയാണ്, മഹാശൂലിന് അവരാണ് ഏറ്റവും ശക്തിശാലി എന്നൊക്കെ. പക്ഷേ യന്ത്രങ്ങൾക്ക് വ്യത്യാസമുണ്ട്. അതിൽ മഹാപ്രത്യങ്കരി ഏറ്റവും മഹാശൂലിന് ഏറ്റവും കൂടുതൽ നിങ്ങൾക്ക് ശത്രുദോഷം ഇല്ലാതാക്കാൻ വേണ്ടിയിട്ട് മഹിഷമർദ്ദിനി യന്ത്രത്തിനാണ് ഏറ്റവും കൂടുതൽ ശക്തിയുള്ളത്. അത് ഞാൻ ഉണ്ടാക്കി കൊടുത്തവർക്കൊക്കെ നല്ല പോസിറ്റീവായിട്ട് എല്ലാവരും പറഞ്ഞിട്ടുള്ളൂ. മറ്റ് യന്ത്രങ്ങളൊക്കെ ഉണ്ടാക്കുമ്പോഴും അവർ പറയാറുണ്ട് ഇപ്പോഴും നമുക്ക് ശത്രുദോഷം ഉണ്ടെന്നൊക്കെ പറയാറ്. എന്നിട്ട് ഞാൻ മഹിഷമർദ്ദിനി കൊടുക്കുമ്പോൾ പിന്നെ അവരങ്ങനെയൊന്നും പറയുന്നൊന്നും കേൾക്കാനില്ല. അപ്പോൾ എല്ലാ യന്ത്രങ്ങളിലൊക്കെ മഹിഷമർദ്ദിനി ആണ് ഏറ്റവും നല്ല യന്ത്രമായിട്ട് വരുന്നത്. അതേപോലെ അമ്പലങ്ങളിൽ തന്നെ ശത്രുദോഷമൊക്കെ ഉണ്ടെങ്കിൽ മഹിഷമർദ്ദിനി കൊണ്ട് മന്ത്രം ജപിച്ചിടാൻ പറയുക. അപ്പോൾ നിങ്ങളുടെ ദോഷങ്ങളൊക്കെ മാറുകയും ചെയ്യും. ഈ കലിയുഗത്തിൽ മഹിഷമർദ്ദിനിയുടെ മന്ത്രം അദ്ദേഹത്തിന് ഫലങ്ങളുള്ളതാണ്. നമ്മൾ പറയും താരാദേവിയാണ് കലിയുഗത്തിൽ എന്നൊക്കെ. പക്ഷേ ഈ മഹിഷമർദ്ദിനി മന്ത്രത്തിന് ഏറ്റവും കൂടുതൽ ഫലമൊന്നും മറ്റൊരു യന്ത്രത്തിനും ഒന്നും ലഭിക്കാൻ പോകുന്നില്ല. മഹിഷമർദ്ദിനി നിത്യം സ്തോത്രം ജപിച്ചാൽ തന്നെ ആ വീട്ടിൽ ഒരു ദുർദൈവതയും വരാൻ പോകുന്നില്ല. അതിന് നമുക്ക് സമയം ലഭിക്കാതെ ആകുമ്പോഴാണ് നമ്മൾ യന്ത്രത്തിലേക്ക് പോകുന്നത്. നല്ലൊരു കർമ്മിയെ നോക്കിയിട്ട് ഈ യന്ത്രം ഒന്ന് ഏൽപ്പിച്ചാൽ മതി. എന്നോട് പറയുക, അല്ലെങ്കിൽ നല്ലൊരു ജ്യോത്സ്യനെ കണ്ടിട്ട് ഈ യന്ത്രം ഒന്ന് ഏൽപ്പിക്കുക. മഹിഷമർദ്ദിനി യന്ത്രം. നിങ്ങളുടെ എല്ലാ ശത്രുദോഷവും മാറും, ബാധാദോഷവും മാറും, സർവ്വ ഐശ്വര്യങ്ങളും വന്നു ചേരുകയും ചെയ്യും.